ഹായ് ഓൾ, ഒരു കൂടി സി സി ഇൻവെസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫീരിയസ്റ്റഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ശക്തമായ ധനകാര്യ ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താം എന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, സമ്പത്ത് ഉണ്ടാകുന്നത് ഒരിക്കലും വരുമാനം കൊണ്ട് മാത്രമല്ല, നല്ല ശീലങ്ങൾ കൂടി ചേരുമ്പോൾ മാത്രമാണ്. അപ്പോൾ എന്തെല്ലാം പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം നമുക്കൊരു നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താൻ? ആദ്യത്തേത്, നമ്മൾ വരുമാനത്തിൽ നിന്ന് ആദ്യം സേവ് ചെയ്യുക, അതിനുശേഷം ചിലവാക്കുക എന്നുള്ളതാണ്. ഇത് മിക്ക സ്ഥലത്തും അല്ലെങ്കിൽ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ്. ആദ്യം സേവ് ചെയ്യുക, പിന്നെ ചിലവാക്കുക. എന്നാൽ ഇത് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മളിത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നമ്മളിത് ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ വരുമാനത്തിൽ നിന്ന് ഒരു എമൗണ്ട് സേവ് ചെയ്യുക, അതിനൊപ്പം തന്നെ നിക്ഷേപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എമർജൻസി ഫണ്ട്. കാരണം നമ്മുടെ വരുമാനത്തിന്റെ ഒരു 3-6 ടൈംസ് നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ അക്കൗണ്ടിൽ വേണം. ഇത് നമ്മൾ അപ്രത്യക്ഷമായിട്ടുണ്ടാകുന്ന പല ഫിനാൻഷ്യൽ അല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചെയ്ത് നമുക്കിത് ഹെൽപ്ഫുൾ ആവുന്നതാണ്. മൂന്നാമത്തത്, ലക്ഷ്യമില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ്. കാരണം പല ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്ന പല നിക്ഷേപങ്ങളും നടത്താറുണ്ട്. എന്നാൽ എന്തിനു വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്ത് അല്ല പദ്ധതി തയ്യാറാക്കിയിട്ടാണോ നിക്ഷേപിക്കുന്നത് എന്നുള്ള ഒരു ശ്രദ്ധയുമില്ലാതെ. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഗോൾസ് നമ്മുടെ ലൈഫിൽ നമുക്കുണ്ട്. കാരണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ്, വീട് വെക്കുക, അല്ലെങ്കിൽ വാഹനം മേടിക്കുക, അങ്ങനെ ഒട്ടനവധി ഗോൾസ് നമുക്കുണ്ട്. അതെല്ലാം നമുക്കൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾസൊക്കെ സിമ്പിളായിട്ട് നേടാൻ സാധിക്കും. അപ്പൊ ലക്ഷ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ പിന്തുടരാനും അതുവഴി നമുക്ക് നല്ല സമ്പത്ത് നേടുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.